ശ്രീ ആരിഫ് ഹുസൈൻ, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതും ഇസ്ലാമികമല്ല എന്ന് അവർ തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ചേലാകർമ്മം, അതും 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് നടത്തിയിരിക്കുന്നത്. അതും ഒടുവിൽ ആ കുഞ്ഞിന്റെ ജീവൻ എടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? 2 മാസം പ്രായമായ ഒരു കുട്ടിക്ക് ഈ പറയുന്ന അവയവത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നിട്ടാണ് ഈ പറയുന്ന ഒരു പ്രൊസീജിയർ, മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ടോട്ടലി മെഡിക്കലി അൺനെസസറി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചേലാക്രമം എന്ന പേരിൽ, മതത്തിന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അവോയ്ഡബിൾ ഹെൽത്ത് കെയർ ബേർഡൻ ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം ഏതൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ, ഇനിയിപ്പോൾ ഒരു പല്ല് പറിക്കുമ്പോഴാണെങ്കിൽ പോലും അതിനൊരു റിസ്ക് ഉണ്ട്. അപ്പൊ ആ റിസ്ക് എന്ന് പറയുമ്പോൾ പ്രായത്തിനനുസരിച്ചും കുട്ടി ആണെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഒരു കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു കാര്യം. ഇതിലിപ്പോ ഈ കുട്ടി മരണപ്പെടുന്ന ഒരു അവസ്ഥ കൂടി വരുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത മെഡിക്കലി അൺനെസസറി ആയിട്ടുള്ള ഒരു നോൺ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ആ റിസ്ക് അത് കണക്കിലെടുക്കാതെ ഈ പാരന്റ്സ് മതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന വേളയിൽ ഇതുപോലെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസം എന്ന നിലയ്ക്ക് നമ്മൾ നടത്തുന്ന അതിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് തന്നെ ഇതിനെ എതിർക്കേണ്ടതുണ്ട്, നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. പിന്നെ ഇതിലിപ്പോ ഈ ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ വലിയ തമാശയായിട്ട് മാറാണ്. കാരണം സ്കൂളിലെ ബാഗിന് ഒരു വെയിറ്റ് 1/2 കിലോ കൂടിയാൽ ചാടി വീണ് കേസെടുക്കുന്ന ആളുകൾ, ഇതുപോലെ കുട്ടികൾ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ 69 ദിവസം പ്രായമായ ഒരു കുട്ടിയാണ് ചേലക്കർമ്മം കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വന്ന് മരിച്ചത്. അപ്പൊ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ലാതെയായി മാറുന്നു എന്ന് വരുന്നിടത്ത് ഇതൊക്കെ നോക്കുകുത്തികളായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടുത്തെ സ്റ്റേറ്റ് പോലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് ഇവിടെ വരുന്നു. ഇതെല്ലാമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അന്ധവിശ്വാസത്തിന് തഴച്ചു വളരാൻ പറ്റിയൊരു മണ്ണായിട്ട് കേരളം മാറുന്നു. അത് ഇസ്ലാമിക അന്ധവിശ്വാസമായാലും അങ്ങനെ തന്നെ. ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു ദുരാചാരമാണ്. ഓക്കെ, ശ്രീ ആരിഫ് ഹുസൈൻ, ഒരിക്കൽ കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിക മതാചാരമാണോ? കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ 69 ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് ബ്ലീഡിംഗ് വന്ന് മരിച്ചു എന്ന് പറയുന്നു. വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പോൾ ഇതൊരു ഇസ്ലാമിക മതാചാരത്തിന്റെ ഭാഗം തന്നെയാണോ? ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് ഒരു ഗോത്രാചാരം, ഒരു പ്രാചീന ഗോത്രാചാരമാണ്. ഇത് സെമറ്റിക് മതങ്ങൾ വളർന്നു വന്ന മേഖലയിൽ ഇത് വളരെയധികം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജൂതമതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും അത് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ജൂതന്മാരാണെങ്കിൽ പോലും അതിനകത്ത് ഒരു സെക്യുലർ ആയിട്ടൊക്കെ നിൽക്കുന്ന ജൂതന്മാരും അല്ലാതെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ലിബറൽ ആയിട്ടുള്ള ജൂതന്മാരൊക്കെ ഇന്ന് അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഇന്നും ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിൽ അത് നിഷ്കർഷിച്ച് കൊണ്ട് അത് നിർബന്ധം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇസ്ലാമിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇസ്ലാമിക അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിയമത്തിൽ പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഇത് ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെ ആഫ്രിക്കൻ മീന റീജിയനിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ അത് ചെയ്തു വരുന്നത്. ഇന്ത്യയിലും ബോറ കമ്മ്യൂണിറ്റിയിൽ അത് ചെയ്യുന്നുണ്ട്. അവർ കേസിന് പോയി അത് നിരോധിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായപ്പോൾ അതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് ഉണ്ടായത്. ഞങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന സംഘടന ഈ പുരുഷ ചേലാകർമ്മത്തിൽ അവർ 18 വയസ്സിന് ശേഷം അവർ വേണേൽ ചെയ്തത് കുട്ടികളിലുള്ളത് നോൺ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിരോധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് അത് കോടതി അത് പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അവർക്കത് തൊടാൻ പേടിയായിരുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ സ്ത്രീക്കും പുരുഷനും ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇവിടെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ സൃഷ്ടിയെപ്പറ്റി ഖുറാനിൽ പ്രതിപാദിക്കുന്നത് മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. മനുഷ്യ സൃഷ്ടിയിൽ ഒരു കുഴപ്പവും കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഖുറാനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചേലാകർമ്മം ദൈവനിഷേധവും ദൈവനിന്ദയുമാണ് എന്നും ബാലാവകാശങ്ങളുടെ ലംഘനമാണ് എന്നും കാണിച്ചിട്ടാണ് ഇദ്ദേഹം ചൈൽഡ് ലൈൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് പോലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതാണ്. ഇതൊരു പ്രാകൃത ആചാരമാണ് എന്ന് മുദ്രകുത്തി സതി നിർത്തലാക്കിയതുപോലെ ചേലാകർമ്മം നിർത്തലാക്കേണ്ടതുമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇതിൽ പ്രശ്നം, നമ്മൾ മതത്തിലുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ മതത്തിൽ അങ്ങനെ ഇല്ല, അത് ദൈവനിന്ദയാണെന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനമില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇസ്ലാമിൽ അത് പറയുന്നുണ്ട്. ഒരു കാര്യം സുന്നത്താവുന്നു എന്ന് പറയുന്നത് മുഹമ്മദ് നബി അത് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ പേരിൽ മുഹമ്മദ് നബിയും അത് ചെയ്യുന്നു എന്നുള്ളതിന്റെ പേരിലൊക്കെ തന്നെയാണ്. അപ്പോൾ മുഹമ്മദ് നബി ജന്മന ചേലാകർമ്മം ചെയ്യപ്പെട്ടവനാണ് എന്നുള്ളതും കൂടിയാണ് അവിടെ പറഞ്ഞൊക്കെ വെക്കുന്നത്. പക്ഷെ അതിനൊന്നും വസ്തുതയൊന്നുമില്ല. അത് ജന്മന ചേലാകർമ്മം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു രോഗാവസ്ഥയാണ്. അപ്പോസ്തിയ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അതേ രോഗം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും സുന്നത്താവില്ലല്ലോ. അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്.
ഇസ്ലാമിക കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന വിഷയമാണ്. സ്ത്രീകളുടേതടക്കം എവിടെയാണ് മുറിച്ച് കളയേണ്ടത് എന്നതടക്കം എഴുതി വെച്ചിട്ടുള്ള കിതാബുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഖുർആനിൽ മാത്രം നോക്കിയിട്ട് ചെയ്യുന്നത് ശരിയല്ല. ഇസ്ലാമിലെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഖുർആൻ മാത്രമല്ല, അത് ഹദീസും അതുപോലെ ഇജ്മാവും കിയാസും എല്ലാം കടന്നു വരുമ്പോഴാണ് ഇസ്ലാമിലെ നിയമ സംവിധാനമൊക്കെ നമ്മൾ വിളിക്കുക. അപ്പൊ ഖുർആൻ മാത്രം പൊക്കി നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിസ്കരിക്കാൻ പോലും നമുക്ക് കഴിയില്ല, നോമ്പെടുക്കാൻ നമുക്ക് കഴിയില്ല, ഹജ്ജ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതൊക്കെ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ അത് വിശ്വാസികളുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇത് ഖുർആനിൽ ഇല്ലാത്തതുകൊണ്ട് അത് നിയമത്തിലില്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ല അതിന്റെ രീതി. പക്ഷെ ഇതിപ്പോ അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ ഒരു ദുരാചാരമാണോ എന്നൊക്കെ പറയാൻ ഇത് ഖുർആനിന്റെ ആവശ്യമൊന്നുമില്ല. അതൊരു മോഡേൺ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് പറയാവുന്നത് ഇത് കുട്ടികളുടെ റൈറ്റ്സിന് മേലുള്ള ഒരു വയലേഷനാണ്, ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണിത്. അത് ബാലാവകാശത്തിന്റെ ഒരു ലംഘനം തന്നെയാണ്. കാരണം അവരുടെ അനുവാദമില്ലാതെ, ഒരു മെഡിക്കൽ ആവശ്യം പോലും ഇല്ലാതെ, ഒരു എമർജൻസി ഇല്ലാതെ ഇത് മുറിച്ചു കളയാന്ന് പറയുമ്പോൾ ഇത് നഖം വെട്ടുന്ന പോലെ മുടി വെട്ടുന്ന പോലെ അല്ല. ഇതൊരു ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിനെയാണ് ഈ മുറിച്ച് കളയുന്നത്. മാത്രമല്ല കനേഡിയൻ, ഓസ്ട്രേലിയൻ, ഡച്ച് പോലെയൊക്കെയുള്ള പല രാജ്യങ്ങളിലെയും ഒഫീഷ്യൽ ബോഡീസ്, പീഡിയാട്രിക് ബോഡീസ് ഇതിന് ഒരു തെളിവുമില്ല, ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് വരെ സ്ഥാപിച്ചിട്ടുള്ള ഒരു നിലയ്ക്കാണ് ഇത് ഇന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കാം.